അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ഭൂതത്തിന് ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഹായ് ഐ മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഫെസ്റ്റിവിറ്റീസ് കഴിഞ്ഞ ഭൂതത്തിനെ പോലെ തന്നെ ഗൈസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. കുളിച്ചിട്ട് കൂടിയില്ല വൃത്തിയായിട്ട് ദിവസങ്ങളായിട്ട്. ആൻഡ് അതുകൊണ്ട് ആൾക്കാർ എൻ്റെ അടുത്തെടുക്കാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്ന് വൃത്തിയായിട്ട് കുളിച്ചേ പറ്റൂ. കാരണം എനിക്ക് വരെ എൻ്റെ നാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് ക്ലോഗ്ഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം മേക്കപ്പ് ഒക്കെ പൂശി നടക്കുമായിരുന്നല്ലോ. അപ്പം അതിനെ ക്ലീൻ ആക്കാനുണ്ട്. എൻ്റെ സ്കാൽപ്പിൻ്റെ കാര്യം ഞാൻ പറയണില്ല, കട്ടപ്പോകയായിട്ടിരിക്കുകയാണ്. എൻ്റെ ചകിരി പോലത്തെ അവസ്ഥയാണ് എൻ്റെ മുടിയായിട്ടിരിക്കണത്. ആൻഡ് വിത്ത് ദിസ് ഹെയർ സ്റ്റൈൽ ഐ ലുക്ക് ലൈക്ക് അപ്പൊ ഇവിടെ നമുക്ക് മൂഡ് സെറ്റ് ആക്കാം. അപ്പൊ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് പഴക്കാലി ആയതുകൊണ്ട് കാൻഡിൽസ് കത്തിക്കാം. എന്നെ നിന്ന് നാറ്റം വന്നാൽ എന്താ കുളിമുറിൽ നല്ല വാസന ഉണ്ടായിരിക്കണം. അപ്പൊ നല്ല സ്മെല്ലാണ്. ബൈദബി ഇതിന്റെ നല്ലൊരു വൈബാണ്. അതുപോലെ തന്നെ ഒടുക്കത്തെ വിലയാണ്. അപ്പൊ ഈ ഒരു ചീപ്പ് ഞാൻ വീണ്ടും മേടിച്ചിട്ടുണ്ട്. ഓർമ്മിപ്പിച്ചാൽ കമന്റ്സിൽ ഞാൻ എന്റെ ലിങ്ക് തന്നെ. കാരണം എനിക്ക് മറവി പ്രശ്നം പണ്ടേ ഉള്ളതാണ്. എന്റെ ഫേവറേറ്റ് സോങ് യെസ് ഒബ്വിയസ്ലി അത് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ മൂഡ് ഓൺ ആക്കാൻ. ഇനി നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ സ്കാൽപ്പ് കാണിച്ചുകൊണ്ട് നിങ്ങൾ അർപ്പിക്കാം. അപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു ഭാഗം കാണാണ്ടിരിക്കാൻ. കാരണം എൻ്റെ സ്കാൽപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അതോ കഷ്ടം കൈസ്. ഇതിനെ ഇനി ഹാർപ്പിക്ക് വെച്ച് കഴുകേണ്ടി വരും. നോട്ട് വരി, ഞാൻ യൂസ് ചെയ്യാൻ പോണ എല്ലാ അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതിനകത്ത്. അതൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം വീഡിയോയിൽ തന്നെ. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ യെസ് വ്യൂ പ്രൊഡക്റ്റ് കാണുന്നില്ല, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സും കിട്ടും. സോ യെസ്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു സ്കാൽപ്പ് ട്രീറ്റ്മെന്റ് കേട്ടോ. ഇത് നമ്മൾ കുളിക്കേണ്ട മുമ്പ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ബൈ ദ ബൈ ഇതിനകത്തൊരു വേറെ വേരിയന്റ് ഉണ്ട് ഓയിലി സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡ്രൈ സ്കാൽപ്പ്. ബിക്കോസ് എൻ്റെ അങ്ങനത്തെ ഒരു സ്കാൽപ്പാണ്. അപ്പോൾ ഓയിലി ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉണ്ടാവും, ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പൊടി പൊടിയായിട്ട് വന്നതാണ് എൻ്റെ ഡാൻഡ്രഫ്. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണ് എൻ്റെ. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ട്രസ്റ്റ് മീ, വിതിൻ ഒരു പ്രാവശ്യം തന്നെ അമേസിങ് റിസൾട്ട് ആണെന്ന് വെച്ചാൽ ഡാൻഡ്രഫ് എവിടെ കടന്നു പോയതുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് വെച്ചിട്ട് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് കൂടുതലും വെക്കേണ്ട ആവശ്യമില്ല. ചില ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ 2 മണിക്കൂർ വെച്ചാൽ പോലും ഒരാഴ്ചയും കൊണ്ട് തന്നെ തിരിച്ചു വരും. പക്ഷേ ഇത് വെച്ചിട്ട് സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ പണി കിട്ടണില്ല. വീണ്ടും ഡാൻഡ്രഫ് വലിഞ്ഞേറി വന്നു. ഇതിനെ വാഷ് ചെയ്യാനായിട്ട് ഷാമ്പു യൂസ് ചെയ്യാമല്ലോ. അപ്പം എൻ്റെ മുടി ചകിരി പ്രോ മാക്സ് ആവാണ്ടിരിക്കാനായിട്ട് ഞാൻ ഈ ഒരു ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാട്ടൊക്കെ. യെസ്, ഇത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള സ്മെല്ലാണ്. അതുപോലെ തന്നെ നല്ല വിലയുണ്ട്. ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ക്യാപ്സുലാണ്. അങ്ങനെ ഇത്ര ദിവസം തല കഴുകാത്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ മുടി നോർമലാണ് ഗൈസ്. ഇത്രയൊക്കെ ഫോളോ ആവണമെന്ന് കുഴപ്പമില്ല. എന്നാൽ നമുക്ക് നല്ല മുടി പിന്നീട് വരുന്നതുമാണ്. ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് മുടി കെട്ടി വെച്ചു. അത് അവിടെ ഇരിക്കട്ടെ. ആ നേരം നോക്കി നമുക്ക് നമ്മുടെ മോന്തിലോട്ട് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഫേസ് ഒക്കെ അത്യാവശ്യം ക്ലോഗ്ഡ് ആയിട്ടിരിക്കുക. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഫുൾ ഫേസിൽ നിറഞ്ഞിരിക്കുക ഗൈസ്, മൂക്കിൽ മാത്രമല്ല. സോ യെസ്, അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റീമിങ് ചെയ്യാനുണ്ട്. കാരണം സ്റ്റീമിങ് വെച്ച് മാത്രമേ അതിനെ സോഫ്റ്റ് ആക്കാൻ പറ്റൂ. അതിന് അൺക്ലോഗ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് കിട്ടുള്ളൂ. അപ്പോൾ കണ്ണ് പൊളിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഐ മാസ്ക്, ഐ എം റിച്ച്. സോ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സ്റ്റീമിങ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു 10 to 15 മിനിറ്റ് ഞാൻ സ്റ്റീം എടുത്തതിന് ശേഷം അതൊന്ന് വൈപ്പ് ചെയ്ത് എന്തൊട്ട് വേർപ്പ് അങ്ങോട്ട് വൈപ്പ് ചെയ്ത്. പക്ഷേ അപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ്ലി നമ്മളൊരു പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. അപ്പം ഞാൻ പുതിയതായിട്ട് മേടിച്ചാണ് ഈ ഒരു VLCCയുടെ പീൽ ഓഫ് മാസ്ക്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ അണ്ണാക്കടിച്ച് പോണ പോലത്തെ നാറ്റമാണ് കഴിച്ചിട്ട് ഇതെന്ന് വരുന്നത്. പക്ഷേ റിസൾട്ട് കിട്ടിയാൽ മതി, എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചത് മൂക്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും അഹങ്കരിക്കേണ്ട കാര്യമില്ല. ഫുൾ ഫേസിൽ തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നിറഞ്ഞിരിപ്പുണ്ട്. ക്ലോഗ്ഡ് ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഫേസിൽ ഇങ്ങനെ ശ്വാസം കയറാനായിട്ടുള്ള ഒരു ഇടം വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ ഫേസിൽ അങ്ങോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇനി ഇതിനെ അങ്ങ് അറ്റം വരെ ഗൈസ് ഉണങ്ങാനായിട്ട് നമ്മൾ വെക്കണം. ആൻഡ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കൂളിംഗ് സെൻസേഷൻ ആണോ അതോ എരിഞ്ഞ് പണ്ടാറടകളാണെന്നുള്ളത് വളരെ കൺഫ്യൂഷൻ ആയിരുന്നു. മാസ്ക് അവിടെ തന്നെ ഇരിക്കട്ടെ. ആ നേരം നോക്കി നമുക്ക് ടാനിങ്ങിനൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. സ്ലീവ്ലെസ് പോലും ഇടാൻ പറ്റില്ല. ദ്വന്ദ് വ്യക്തിത്വം പോലത്തെ കൈ കണ്ടിട്ട് ആൻഡ് കണ്ടാൽ പട്ടി വെള്ളം കുടിക്കില്ല. അതുപോലത്തെ ഈ കാലിനെ കൂടെ ഒന്ന് വൃത്തിയാക്കാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോണതാണ്. സെക്കൻഡ് ടൈം ആക്ച്വലി ഞാൻ ഇത് യൂസ് ചെയ്യണത് ഈ റാഗ D10 മാസ്ക്. ഇത് ആക്ച്വലി മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ ഈ കൊട്ട കളിക്കാനുള്ള ക്വാണ്ടിറ്റി നമ്മൾ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫുൾ ബോഡിയിൽ തന്നെ ഇതിന് ഇങ്ങോട്ട് യൂസ് ചെയ്യാന്നുള്ളത് കേട്ടോ. ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട്. പിന്നെ ഇത് ഞാൻ തൊട്ടിട്ടില്ല ഗൈസ്. ആക്ച്വലി ഇത് വെച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടണതാണ് കേട്ടോ ടു ബി ഓണസ്റ്റ്. പക്ഷേ മടി എന്ന് പറഞ്ഞൊരു സാധനം എന്നെ നിന്ന് പോകണ്ടേ. അപ്പോൾ നന്നായിട്ട് ഞങ്ങളുടെ കൈയും അപ്ലൈ ചെയ്തു. ഞാൻ അണ്ടർആംസിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഇതിൻ്റെ അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലൈൻ. അല്ലാണ്ട് തന്നെ നിങ്ങളെ കമൻസും കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ടുള്ള വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് യൂസ് ഇറ്റ്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒരു മാസം കഴിഞ്ഞ് ഇത് എക്സ്പയർ ആവും. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് തീർക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് കൈമേയും കാലമേ അപ്ലൈ ചെയ്തു. ആൻഡ് നെക്കിൽ അപ്ലൈ ചെയ്തു. പക്ഷേ നെക്കിൻ്റെ ബാക്കും മറന്നില്ല, അവിടെ അപ്ലൈ ചെയ്യണം. കാരണം പിന്നീട് സത്യാവസ്ഥ അല്ലെങ്കിൽ പുറത്ത് വരാൻ പോകും. ബോഡിയിലായതുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. പീൽ ഓഫ് മാസ്ക് ഉണങ്ങണ വരെ ഞാൻ ഫുൾ ബോഡിയിൽ ഇത് വച്ചിരുന്നു. അപ്പോൾ പീൽ ഓഫ് മാസ്ക് ഇവിടെ കംപ്ലീറ്റ്ലി നമ്മുടെ സിമെൻറ്റ് ഇട്ട പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക്
നമുക്കിതിനെ പറക്കാം. എനിക്ക് ആക്ച്വലി പേടിയുണ്ടായിരുന്നു മറ്റേ ജെലാറ്റിൻ പൗഡറിനെ നമ്മൾ പണ്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല, ആ ഒരു ഫീൽ ആകുമെന്നുള്ളത്. ബട്ട് നോ ഗൈസ്, ഇതിനകത്ത് നാറ്റുണ്ടെന്ന് മാത്രമല്ല, അതർവൈസ് ഇതൊരു പാവമാണ്, ഗ്രീൻ ഫ്ലാഗ് ആണ്. പതുക്കെ അങ്ങോട്ട് വലിച്ചെടുത്ത് കുഴപ്പമില്ല. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അത്യാവശ്യം പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് പിന്നെയും ഫീലായി എനിക്ക് ഒരു 2 പ്രാവശ്യം കൂടി ഇതിനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട്. അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ആക്കൂട്ടെ, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ സ്റ്റീമിങ് എടുത്തെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ നന്നായിട്ടായനെ സാരിലൊക്കെ ഉള്ള അത്യാർത്ഥി പാടില്ല, നമുക്ക് പിന്നീട് ഇതിനെ യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത നമ്മുടെ ഫുൾ ബോഡി മാസ്ക് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഉണക്കരുത്. ആക്ച്വലി ഇത് കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഒരു ബോഡി ലോഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ട് മറന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ മസാജ് ചെയ്യാണ്ട്. യെസ്, ആ ഒരു കൺസിസ്റ്റൻസി ആട്ടെ ഇതിൻ്റെ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തും കൊണ്ട് വേണം നമ്മളിതിനെ വാഷ് ചെയ്യാനായിട്ട്. അത് വളരെ മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ടാൻ നന്നായിട്ട് വാഷ് ആയി പോവുള്ളൂ. പിന്നെ ഫേസും ഉണ്ടായിരുന്ന കുറച്ച് പീൽ ഓഫ് മാസ്ക് അവിടെ ഇവിടെ ഇരുന്നത് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. ഇനി ഹെയറിലോട്ട് കിടക്കാം. കാരണം നമ്മൾ ആ സീറം അപ്ലൈ ചെയ്തിട്ട് ആക്ച്വലി കുറേ നേരമായി. അതിന് 5-10 മിനിറ്റ് മാത്രമായിരുന്നു വയ്ക്കാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ മറന്നു പോയ കാര്യം. അവസാനം യൂസ് ചെയ്താൽ മതിയായിരുന്നു ആ ഒരു സിറം അല്ലേ. സാരില്ല, പോട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യണ പൊളിയാണ് ഗൈസ്. സ്കാൽപ്പിൽ ബിൽഡപ്പ് ഡാൻഡ്രഫ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോണതാണ്. പക്ഷേ എൻ്റെ പോലത്തെ ഒടുക്കത്തെ ഡാൻഡ്രഫ് ആണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ആദ്യം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ നിങ്ങൾ ഈ ഷാമ്പൂ മാത്രം ഒന്ന് ഓയിലിങ്ങിന് ശേഷം യൂസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ഡാൻഡ്രഫ് പോയാലോ. അപ്പോൾ പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ലാഭിപ്പിക്കണം നിങ്ങളെക്കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് കുറേ വെള്ളത്തിൽ ഇച്ചിരി ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഒരു വാഴക്കേ നടക്കില്ല. ആ ഒരു ഈക്വൽ അല്ലെങ്കിൽ 2:1 3:1 അങ്ങനത്തെ ഒരു റേഷ്യോയിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് സ്കാൽപ്പ് മസാജർ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഷാമ്പൂന് കഴുകി കളഞ്ഞു. ആൻഡ് ഇവിടെ ആക്ച്വലി വാക്സിൻ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് എൻ്റെ. ലാസ്റ്റ് ടൈം നമ്മളിപ്പോൾ 1.5 മാസമായി വാക്സിൻ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് അണ്ടർ ആംസിൽ മാത്രമാണ് ഞാൻ വാക്സിൻ യൂസ് ചെയ്യണത്. ആൻഡ് ഇവിടെ എനിക്ക് ഐബ്രോസിനെയും ഷേപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഞാനൊരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അത് ആക്ച്വലി നവരാത്രിക്ക് മുന്നേ ഷൂട്ട് ചെയ്തതായിരുന്നു. ഞാൻ ഇടണത് ഞാൻ എപ്പോഴും പഞ്ചലായതുകൊണ്ട് ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നത് കേട്ടോ. സോ യെസ്, അപ്പോൾ വീണ്ടും ഞാൻ അഗൈൻ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഐബ്രോസിനെ ഷേപ്പ് ചെയ്യണം. ആൻഡ് ഞാൻ ഒരു പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ബേബി പൗഡർ. കോമ്പാക്ട് പൗഡറിൻ്റെ പകരം ഡെയിലി യൂസ് ചെയ്യാനായിട്ടാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ പാക്കേജിങ് പൊട്ടയാണ് കൈ. സാധനം നല്ലതാണ്, പക്ഷേ ആ ഒരു സാധനം മേടിച്ചിട്ട് നമ്മൾ വേറെ ഒരു കുപ്പിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഗുഡ് ടു ഗോ. നല്ലൊരു ബേബി പൗഡർ, നല്ലൊരു സ്മെല്ലൊക്കെയാണ് അതിൽ നിന്ന് വന്നത് കേട്ടോ. സേസ്, അപ്പോൾ ഇവിടെ ഞാൻ അഗെയിൻ എന്താ പറയുക ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് ഫുൾ ഫേസിൽ നന്നായിട്ട് മസാജ് അല്ല ആക്ച്വലി ചെയ്യണത്. ഇവിടെ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു കാർമസിയുടെ ഫേഷ്യൽ റേസറാണ് കേട്ടോ യൂസ് ചെയ്യണത്. സോ അത് വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ പീച്ചി ഫസ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ആണ് എനിക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു എനിക്ക് എത്ര പെട്ടെന്നാണ് ഈ ഹെയർ ഗ്രോത്ത് എന്നുള്ളത്. ആക്ച്വലി 1.5 ആഴ്ച കൊണ്ട് എൻ്റെ ഫേസിൽ വീണ്ടും അതേപോലെ തന്നെ ഫേഷ്യൽ ഗ്രോത്ത് വന്നതാണ് ഗൈസ്. പക്ഷേ ഞാൻ കൂടുതൽ മൈൻഡ് ചെയ്യാറില്ല. ഐബ്രോസ് വൃത്തികേടായിട്ട് പിള്ളച്ചനെ പോലെ ആകുമ്പോഴാണ് ഞാൻ ആക്ച്വലി ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാറ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാൻ എന്താ പറയുക ഓയിൽ ഉണ്ടായിരുന്നില്ല ഫേസിൽ, അത് നന്നായിട്ട് റിമൂവ് ചെയ്ത് ഞാൻ ചില സമയത്ത് വാഷും ചെയ്യാറുണ്ട്. പക്ഷേ മടിയാവണതുകൊണ്ട് ഞാൻ ജസ്റ്റ് വൈപ്പ് ചെയ്തു ടിഷ്യൂ വെച്ചിട്ട് എന്നിട്ട് ഈ ഒരു അലോവേര ജെൽ അപ്ലൈ ചെയ്തു. അതൊരു മസ്റ്റാണ്. ഫേസ് റാഷസ് ഒന്നും ഉണ്ടാവില്ല, ഫേസ് നന്നായിട്ട് സൂതാം, സെൻസിറ്റിവിറ്റി മാറിക്കിട്ടും. ഇവിടെ ഞാൻ പുതിയതായിട്ടുള്ള ഒരു ബോഡി റേസർ യൂസ് ചെയ്യാൻ പോവാണ് ഗൈസ്. ബോഡി ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് സ്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി റേസർ ഇല്ലേ പർപ്പിൾ കളറിന്റെ, അതാണ് എൻ്റെ ഫേവറേറ്റ്. ആക്ച്വലി അത് നന്നായിട്ട് വർക്ക് ആവുന്നത്. പക്ഷേ ബോർ അടിച്ച് അതിൻ്റെ ഹെഡ് മാറ്റി യൂസ് ചെയ്ത് അപ്പോൾ വേറെ ഒരെണ്ണം ട്രൈ ചെയ്യാതെ വിചാരിച്ച് അഹങ്കരിച്ചും കൊണ്ട് ഈ ഒരു 3 എണ്ണം കിട്ടുന്നതായിട്ടുള്ള സാഫയുടെ ബോഡി റേസർ ആണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കാർമസിയുടെ പ്രീ ഷേവിംഗ് ജെൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളർ കുറച്ച് മാറി, പക്ഷെ അത് ഓൾറെഡി അതിനകത്ത് എഴുതിയിട്ടുണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് അത് വയ്ക്കുന്നതോറും അതിൻ്റെ കളർ മാറുന്നതായിട്ടുള്ളത്. സോ അതുകൊണ്ട് അത്ര സീനില്ല. പക്ഷേ ഇത് നന്നായിട്ട് ഹെയറിനെ റിമൂവ് ചെയ്ത് പക്ഷെ എനിക്ക് കുറേ കട്ട്സ് തന്നു ഗൈസ്. ഇനി ഞാനിത് മേടിക്കില്ല. എൻ്റെ വീനസ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ബിക്കോസ് അതിൻ്റെ ഹെഡ് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇത് വെച്ചിട്ടാണെങ്കിൽ നീറി പട്ടിറങ്ങാൻ നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനെ വേഗം ഉണക്കാനായിട്ട് ഞാൻ ആലം അപ്ലൈ ചെയ്തിരുന്നു. ഞാൻ ബോധം കിട്ടില്ല എന്നുള്ളൂ ഗൈസ്. അത്രേ പ്രാണം പോയി എൻ്റെ ആലം അപ്ലൈ ചെയ്തിട്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് 2-3 ദിവസം പിന്നീട് ഇഞ്ചി നീരേണ്ടി വന്നില്ല. അപ്പം ഞാൻ ഇവിടെ കാലമുള്ള ഡെഡ് സ്കിനൊക്കെ റിമൂവ് ചെയ്യുകയാണ്. ഈ ഒരു കല്ല് മേടിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആമസോണിൽ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഡോണ്ട് ടു വറി. അതിനുശേഷം ഞാൻ തന്നെ എൻ്റെ കൈമിട്ട് കുറച്ച് പണി വെച്ചിരുന്നു. നമ്മുടെ നഖത്തിന് ചുറ്റും ആ സ്കിൻ ഉണ്ടാവില്ല, അതൊന്ന് വലിച്ചതാ ഗൈസ് ഒരു രസത്തിന്. പക്ഷെ അത് റൂട്ട് ചെയ്തേ വരഞ്ഞ് എനിക്ക് ഭയങ്കര പാടായിപ്പോയി. 2-3 ദിവസം ഞാൻ ഉറങ്ങിയിട്ട് കൂടില്ല. അത്രയ്ക്ക് വേദനയായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പസ്സൊക്കെ നിറഞ്ഞ് പറയണ്ട വിരൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി. അന്ന് കഴുകിയ മുടിയാണ് ഗൈസ്. ഇപ്പോഴും എൻ്റെ മുടി നല്ല അവസ്ഥയിലായിട്ട് ഇരിക്കണം. കണ്ടാ നല്ലതായിരുന്നു. നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട്. സോ യെസ്, അപ്പോൾ ഇവിടെ ലിപ്സിനെ ഞാൻ ആക്ച്വലി മറന്നിരിക്കുകയാണ്. കാരണം കുറേ ദിവസം ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്തല്ല അടിപൊളി അവസ്ഥയൊക്കെ വെച്ചേക്കുള്ളൂ. അപ്പോൾ അതിന് നമുക്കൊന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാം, സ്ക്രബ് ചെയ്യാം. ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ലിപ്പ് സ്ക്രബ് മാസ്ക് കേട്ടോ. ആക്ച്വലി ഇതിനെ നമ്മൾ ജസ്റ്റ് കുറച്ചെടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ സ്മെല്ല് ഗൈസ് ടൂത്ത് പേസ്റ്റ് ഉണ്ടാവില്ല, യെസ് ആ ഒരു സ്മെല്ലായിരുന്നു. അതിന് മുമ്പ് ലിപ്സ് നമ്മുടെ ഓൾറെഡി കുറച്ച് സോഫ്റ്റ് ആണെങ്കിൽ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ ഹെൽപ്പ്. അപ്പോൾ റോസ് വാട്ടർ അടിച്ചു കൊടുത്ത് ഞാൻ അപ്പോൾ ലിപ്സ് അവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. മുഖം കഴുകിയതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ റിസൾട്ട് കിട്ടും കേട്ടോ. സോ യെസ്, അപ്പോൾ ആദ്യം ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല യൂസ് ചെയ്യാറുള്ളായിരുന്നു, നമ്മുടെ ഹണി ഷുഗർ ആയിട്ടുള്ള സ്ക്രബ് ഉണ്ടാവില്ല, അത് വച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചപ്പോഴേക്കും നയിക്കുന്നത് ഫ്രീ കിട്ടിയതുകൊണ്ട് വൈ നോട്ട്. അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ടൂത്ത് പേസ്റ്റ് പോലെ. എന്നിട്ട് ഡെമ്പ് അടിച്ചുകൊണ്ട് കുറച്ച് റോസ് വാട്ടർ മേക്കപ്പ് റിമൂവൽ പാഡിലേക്ക് എടുത്തുകൊണ്ട് ഇവിടെ വൈപ്പ് ചെയ്യണം, എനിക്ക് കഴിയില്ല വെള്ളം തൊടാൻ. ടു മൈ സർപ്രൈസ് ആക്ച്വലി നന്നായിട്ട് വർക്കിംഗ് ആയിരുന്നു ഗൈസ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റേ ഷുഗർ ഹണി സ്ക്രബ് ഇല്ല അതും, പക്ഷേ അതൊന്നും കഴിയില്ല. എളുപ്പപ്പണി വേണമെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്. നല്ലതായിട്ട് വർക്ക് ആവുണ്ടായിരുന്നു, നന്നായിട്ട് ഡെഡ് സ്കിനൊക്കെ മാറി, ലിപ്സ് നല്ല സോഫ്റ്റ് ആയി. ഈ പിങ്ക് ആയിട്ടില്ല, മേ ബി ഇത് റെഗുലർ യൂസ് ചെയ്താൽ പിങ്കും ആകും, പക്ഷേ അതിന് വേണ്ടി കെമിക്കൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് SPF 50 ഉണ്ട്, സോ ഡേ ടൈമിന് വേണ്ടി പെർഫെക്റ്റ് ആണ്. ഇത് പുതിയ വേരിയന്റ് ആട്ടെ, അതിനകത്ത് 3 നല്ല കളേഴ്സ് ഉണ്ട്, ഷെയ്ഡ്സ് ഉണ്ട് ഐ മീൻ. സോ ഇതിനകത്ത് ന്യൂഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. റെഡ് ഇപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഞാൻ ബോധം കിട്ടി, കാരണം ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ ആയിരുന്നു. പക്ഷേ അപ്ലൈ ചെയ്താൽ തന്നെ ഗുഡ് ടു ഗോ ഗൈസ്. ആക്ച്വലി ഇതുപോലത്തെ നല്ല ലിപ് ബാംസ് ഉണ്ടെങ്കിലില്ല നമുക്ക് ഗ്ലോസിന്റെ ആവശ്യം വരില്ല, ഇത് തന്നെ നല്ലൊരു ഗ്ലോസി ഫീലിംഗ് തരുന്നതാണ്. ബയോഡെർമയുടെ മൈസൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഫേസ് ഫുൾ വൈപ്പ് ചെയ്തെടുത്ത്, കാരണം കുറച്ച് നേരം മുമ്പ് ഞാൻ ഫേസ് വാഷ് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ റോസ് വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ച് ഒരു നനവ് വരാനായിട്ട്. കാരണം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഷീറ്റ് മാസ്ക്. അതിലും ഞാൻ ഈ ഒരു ഫേസ് ഷോപ്പിന്റെ അലോവേര വേരിയന്റ് ആട്ടോ യൂസ് ചെയ്യുന്നത്, കാരണം ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തതല്ലേ. അപ്പോൾ ആ ഒരു റെഡ്നെസ് റാഷസ് ഒക്കെ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് അലോവേര സൂതും ചെയ്യും, അറ്റ് ദ സെയിം ടൈം ഡ്രൈനെസ് വരാണ്ടിരിക്കാനായിട്ട് ഷീറ്റ് മാസ്ക് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. മടിയാണെന്ന് വിചാരിക്കരുത്, ബോഡി ലോഷൻ അപ്ലൈ ചെയ്തില്ല ഞാൻ, അതിന്റെ പകരം ഇതിന്റെ കൂടെ കിട്ടണമെന്ന് സിറമില്ല, അത് തന്നെ ഫുൾ കൈമേ കാലുമേ അപ്ലൈ ചെയ്ത് അത്യാവശ്യമാണ് കിട്ടണം. സോ വൈ നോട്ട്, നമ്മൾ അതിനെ വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ല. ബോഡി മോളെ ടോക്സിൻസിനെ കളഞ്ഞ് ബോളിൽ അകത്തുള്ളതിനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണ്ട, കാരണം എത്ര അക്രമിക്ര സാധനങ്ങളാണ് ഞാൻ കഴിച്ചു കൂട്ടിയതുള്ളത് ഒരു കണക്കില്ല ഗൈസ്. ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡീടോക്സ് വാട്ടർ. ഞാൻ ഇപ്പോൾ കുടിക്കണ പോലെ തന്നെ ആക്ച്വലി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഗൈസ്, കാരണം വീക്ക്ലി ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ അടങ്ങുന്ന ടോക്സിൻസ് ഇല്ല, അതൊക്കെ നന്നായിട്ട് ഫ്ലഷ് ഔട്ട് ആവും. ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നുമേ കാണാൻ പറ്റും. ഓവറോൾ ഹെൽത്തിന് തന്നെ ഇത് അമേസിംഗ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നുണ്ട്, ഇതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഇതാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഈ ഒരു ഉണക്കി ആയിട്ടുള്ള ബീട്രൂട്ട് കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ശ്രദ്ധ പോയപ്പോൾ ഞാൻ വിചാരിച്ച് ഡീടോക്സ് വാട്ടറിൽ ഇതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, കാരണം ഇത് വെച്ചിട്ട് നല്ല കളർ എൻ്റെ ഡീടോക്സ് വാട്ടറിന് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇത് ബോഡിക്ക് നല്ലതാണ് കേട്ടോ. സോ കുറച്ച് ബീട്രൂട്ട് എടുത്തും കൂടെ അതിനെ ക്രഷ് ചെയ്യുക, ക്യൂക്കമ്പറിനെ വളരെ തിന്നായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക, അതുപോലെ നാരങ്ങനും കട്ട് ചെയ്യുക. നാരങ്ങ മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല, പകുതി എടുത്താൽ മതി, പിന്നീട് നമുക്ക് വീണ്ടും അതിനെ യൂസ് ചെയ്യാം. ആൻഡ് ദെൻ ജിഞ്ചർ എന്ന് വെച്ചാൽ ഇഞ്ചീനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഞാൻ ചില്ലിൻ്റെ കുപ്പിയിലേക്ക് ആക്കി കൊടുക്കുകയാണ്. നിങ്ങൾ മെറ്റലായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെയോ അയണിൻ്റെയോ അങ്ങനത്തെ ഒന്നും കുപ്പിയിലേക്ക് ഇതാക്കരുത്, കാരണം നാരങ്ങ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അത് പോരാണ്ട് തന്നെ നിങ്ങൾ വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അടുത്തോ എന്നാലും പ്രശ്നമില്ല, പക്ഷേ അതും അവോയ്ഡ് ചെയ്യാൻ ഞാൻ പറയില്ല. അതിൽ മേലെ ചില്ലിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെറാമിക് ആയിട്ടുള്ള ബൗൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് ഇതിനെ നമ്മൾ ഓവർ നൈറ്റ് വിടണം, ഫ്രിഡ്ജിൽ വെക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം ഇപ്പോൾ പതുക്കെ തണുത്തതായിട്ടുള്ള കാലാവസ്ഥയാണല്ലോ, അപ്പോൾ അതിന് പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഫുൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷൻ എല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് ഇൻഫ്യൂസ് ആവും. രാവിലെ ആകുമ്പോഴത്തേക്ക് ബീട്രൂട്ടില്ല, അത് ഫുൾ കളർ വിട്ടിട്ടുണ്ടാവും, അതിൻ്റെ തൊലിയൊക്കെ നിങ്ങൾ കാണാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബീട്രൂട്ട് നിറമില്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ യെസ്, അപ്പോൾ നമ്മളിവിടെ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്, ബിക്കോസ് എന്താ വെച്ചാൽ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡേ ആകുമ്പോഴത്തേക്കും വെള്ളം വളിക്കും. അപ്പോൾ ഈ വെജിറ്റബിൾസ് കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റണം, എന്നാൽ മാത്രമേ വെള്ളം ഫ്രഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫുൾ നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള അതേ കുപ്പി ഞാൻ കഴുകിയെടുത്ത് അതിലേക്ക് ആക്കുകയാണ് ഗൈസ്. സോ അരിച്ചെടുത്തതിന് ശേഷം വെള്ളം ഫുൾ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുടിക്കണേന് അരമണിക്കൂർ മുമ്പ് ഞാൻ പുറത്തേക്ക് എനിക്ക് വേണ്ടത്രയും ക്വാണ്ടിറ്റി ഞാൻ വയ്ക്കും, എന്നിട്ട് തണുപ്പ് ആറിയതിന് ശേഷം മാത്രമേ ഞാൻ ഇത് കുടിക്കാറ് കേട്ടോ. അതും ഭക്ഷണത്തിൻ്റെ കൂടെ ഞാൻ കുടിക്കണമെന്ന് പറയില്ല, ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കായിട്ട് കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 hour ബിഫോർ 1 hour അങ്ങനെയായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ പോളി സാധനമാണ് ഗൈസ്. ബോഡിയിലുള്ള ടോക്സിൻസ് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളെ ബാത്റൂം വിളിക്കുന്നതായിരിക്കും. സോ യെസ്, എന്നാലെന്താ ബോഡി ഫുൾ ക്ലീൻ ആവും, സ്റ്റമക്ക് ക്ലീൻ ആവും, ഹാപ്പി മൂഡായിട്ട് മാറും. ഇത് കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഏത് ബുക്കാണ് വായിക്കുന്നത് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്, നിങ്ങൾക്ക് അറിയാമോ? ആൻഡ് ഈ ഒരു ഡീടോക്സ് വാട്ടർ വെച്ചിട്ട് ഗൈസ് സ്കിന്നുമ്പോൾ കിട്ടാൻ പോണ ഗ്ലോയിൽ അൺബീറ്റബിൾ ആണ്, കാരണം വയറ് ക്ലീൻ ആകുമ്പോൾ സ്കിന്നും ക്ലിയർ ആവും, സ്കിന്നും നല്ല റേഡിയൻസ് ആൻഡ് ഗ്ലോ വിതിൻ കൈൻഡ് ഓഫ് ഗ്ലോ നിങ്ങൾക്ക് കിട്ടണതാണ്. യെസ്, അപ്പോൾ ഇവിടെ ഷീറ്റ് മാസ്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്, 10 to 15 minutes വരെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഗൈസ്, വെള്ളം ഇങ്ങനെ കുമിഞ്ഞ് കുത്തി കയറ്റി നിറഞ്ഞിരിക്കണ പോലത്തെ ഗ്ലോ എൻ്റെ സ്കിനുമ്പോൾ വന്നിട്ടുണ്ട്. എൻ്റെ സ്കിൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്, എൻ്റെ ഓവറോൾ ബോഡി തന്നെ ഫുൾ ഹാപ്പിയാണ്. യെസ്, അപ്പോൾ ഇതാണ് ഡീടോക്സ് റൂട്ടീൻ. ഐ ജസ്റ്റ് ലവ് ഇറ്റ് ഗൈസ്, കാരണം എൻ്റെ ഫുൾ ബോഡി തന്നെ എന്തൊരു റിലാക്സ്ഡാണ് ഫീൽ ചെയ്യണമെന്ന് അറിയാമോ. എനിക്ക് എന്തായാലും ഇത് ആവശ്യമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ വലിയ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴും നിങ്ങൾ ഈ ഒരു ഡീടോക്സ് റൂട്ടീൻ ഫോളോ ചെയ്യാൻ, റിലാക്സ് ഫീൽ ചെയ്യാൻ, നിങ്ങളുടെ ഫുൾ ബോഡി തന്നെ വീണ്ടും റീസെറ്റ് ആവണതാണ്. സോ യെസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് സ്കിൻ കെയർ DIY, യെസ് ഞാൻ മറന്നിട്ടില്ല, വേഗമായിട്ട് വന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.